വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പതിവ് പോലെ എഴുന്നേറ്റ് നമ്മുടെ കുക്കറിൽ അരി ഇട്ടു കേട്ടാ. ഏലക്കായ ചതച്ചിട്ടുള്ള ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ്. അപ്പോൾ അതേ അരി അടപ്പത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചായ അങ്ങനെ വെച്ചു. പിന്നെ ഇന്ന് ഗ്രേസിന് സ്കൂളിലേക്ക് സോയ ചങ്ക്സ് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ഞാൻ സോയ ചങ്ക്സിനെ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി പിഴിഞ്ഞ് മാറ്റിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറച്ച് നേരം തിരുമ്മി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ വെളിച്ചെണ്ണ വെച്ച് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും ആദ്യം മിക്സ് ചെയ്തു. പിന്നെ സോയാ സോസും കുറച്ച് സോയാ സോസ് ഒഴിച്ചു. ആൾക്ക് നല്ല ഇഷ്ടമാണ് ഇതിങ്ങനെ വെറുതെ പറക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ ആൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് രണ്ടും ചോറും ഇതും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ കൊടുത്തയക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ ഗ്രേസിൻ്റെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡി, സ്നാക്സൊക്കെ ഫില്ല് ചെയ്ത് ഗ്രേസ് എഴുന്നേറ്റു. അപ്പം അങ്ങനെ ഗ്രേസ് ഉറക്കത്തിൽ നിനച്ചൊക്കെ വന്നിട്ടുണ്ട്. കണ്ണ് തുറന്നത് നമ്മുടെ കളിക്കൊടുക്കണ മലയാളം മാറ്റി നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറി. മാജിക് പോട്ട് കണ്ടമ്മ പറഞ്ഞില്ലേ ഇൻഡിപെൻഡൻസ് ഡേയുടെ പിക്ചർ ആയിരിക്കുന്നു. കളറ് സൂപ്പർ. ഇവിടെ പെയിന്റ് അടിച്ചാണ്. ആ ഗ്രേസിന്റെ മുഖത്ത് ഇന്നലെ പെയിന്റ് അടിച്ച പോലെ അല്ലേ. സൂപ്പർ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പിടിക്കേ. ഇത് മാസ്കാ, ട്രൈ കളർ മാസ്കാണ്. മാസ്ക് മുഖത്ത് വെക്കാൻ. ഇത് രണ്ട് സൈഡിലും ഇത് വായയുടെ പടി. മാസ്ക് കഴിച്ചാലോ? ഇപ്പോഴല്ല, സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേഗം പോയി ബ്രഷൊക്കെ ചെയ്യുവേ. വാ നമുക്ക് റെഡിയാവാ വേഗം. വേഗം നോക്ക്. അങ്ങനെ ഗ്രേസ് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇനി കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ആൾക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പറ്റണ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൾ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, ചേച്ചി ചേട്ടനും ഉണ്ട് പണിക്ക് നമ്മുടെ പുറത്തേക്ക് ഒന്ന് ക്ലീൻ ആക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അകത്ത് നമ്മുടെ ചേച്ചി കട്ട് ചെയ്ത് തരണ്ടിട്ട് നമ്മുടെ കറിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ഇത്ര നേരം ഞാനന്ന് ഇത് മീഷോ എന്നല്ലോ മീഷോ ഇതിന്റെ ബ്ലൗസ് പീസ് ഉണ്ട്, പക്ഷെ ഇത് തയ്ക്കണ്ട. നമ്മുടെ വീഡിയോന്റെ ഇടയിൽ ചേച്ചി കമന്റ് ചെയ്തായിരുന്നു അത് ഈ ടൈപ്പ് ബ്ലൗസ് മേടിക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് ഓർത്തെ, അങ്ങനെ മേടിച്ചതാണ്. അല്ലെങ്കിൽ എന്റെ ബ്ലൗസ് തയ്ച്ചു നോക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞാനൊരു ചെറിയ റീലും ഷർട്ട്സ് ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ പണിക്ക് ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർക്കുള്ള കറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ചേച്ചി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റീവ് എനിക്കനൊക്കെ ആകുമ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് പഴയ മിടുവായിട്ട് തിരിച്ചു തരാം. ശരിയാണല്ലോ നടത്തി. അപ്പോൾ അതേ തേങ്ങയും നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടാണ്. ഞാൻ രണ്ടും എടുത്തത് ആമസോണിൽ നിന്നായിരുന്നു. മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്നായിരുന്നു. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തായിരുന്നു നമ്മുടെ റീൽസിൻ്റെ അടിയിൽ. യൂട്യൂബിൽ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാട്ടോ സാരിയുടെയും ബ്ലൗസിൻ്റെയും. ഞാനങ്ങനെ അധികം സാരിയും സാരിയൊന്നും ഉടുക്കാറില്ല. ഈ സ്റ്റീവൊക്കെ ഇച്ചിരിയുടെ വലുതായിട്ട് അങ്ങനെ ഉടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് ഉടുത്ത് വന്നപ്പോൾ ഒരു ഇഷ്ടം. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളെല്ലാവരും നല്ല കമൻസും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി സാരി എടുക്കാനുള്ളൊരിത് കൂടി. അപ്പോൾ അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടു. അതൊന്ന് മുരിഞ്ഞ് റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടു. പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കാൻ തൊട്ടു. പിന്നെ എന്താ തേങ്ങ കൂടി ഇട്ട് മിക്സ് ചെയ്തു. ചെറുതായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളമല്ല, ഒന്ന് ഒഴിച്ചിട്ട് സിമ്മിലിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ ചേച്ചിക്കും ചേട്ടനും കഞ്ഞിയാണ് കേട്ടോ. ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ രാവിലത്തെ ഭക്ഷണം പൊതുവെ പണിക്ക് വരുന്ന ആൾക്കാർ കഞ്ഞിയാണ് കുടിക്കാറ്. അപ്പോൾ ഇതും കഞ്ഞിയും അതുപോലെ തന്നെ അച്ചാറും, കണ്ണിമാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. കണ്ണിമാങ്ങാച്ചാറും ഇതും കൂട്ടിയിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റീവ് എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയായി ഒന്ന് വരുമ്പോഴേക്കും അവന് എഴുന്നേൽക്കായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ദേ സന്നജാണ് എന്നൊരു സാൻഡ്വിച്ച് സ്റ്റൈലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബ്രെഡിനൊന്ന് ചൂടാക്കിയെടുത്തു, പിന്നെ എഗ് വൈറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കുക്കുംബറും പിന്നെ എന്നിട്ടാ നമ്മുടെ സവാളയും കൂടിയൊക്കെ വെച്ച് കുറച്ച് സോസൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സന്നജാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡിയായി. അപ്പോൾ അവിടെ നമ്മുടെ വഴിയൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴേക്കും മീൻ ഓർഡർ ചെയ്തത് വന്നായിരുന്നു. അപ്പോൾ അത് ചാളയും അതുപോലെ തന്നെ കേരയാണ് കേട്ടോ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ചാള ക്ലീൻ ചെയ്തതല്ല, കേര പീസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കേരനെ വറ്റിക്കാമെന്ന്. അപ്പോൾ ഇനി അതാണ് അടുത്ത പരിപാടി. അപ്പം അങ്ങനെ ദേ സവോളയിലിട്ടാണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ചെറിയുള്ളിയൊന്നും നന്നാക്കാൻ നിന്നില്ല. അപ്പോൾ സവോള ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിനെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞി മീൻചട്ടി ഇതേ അടപ്പത്ത് വെച്ചിട്ടാ. ഇതുവരെ മീൻചട്ടി മേടിക്കാം ഞാൻ അങ്ങനെ പോയിട്ടില്ല, മേടിക്കണം. ചെറിയ ചട്ടിയാണ്. അപ്പോൾ ഇതിൽ തന്നെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പുളി തിളപ്പിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് ഇടാറില്ല കേട്ടോ. പൊതുവേ ഞാൻ മീൻ കറിയിൽ ഞങ്ങൾ കടുക് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് കടുക് ഇട്ടു. പിന്നെ ഉലുവ പൊട്ടിക്കാറുണ്ട്. അപ്പോൾ കടുകും ഉലുവയും പിന്നെ സവോളേനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളേനെയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാണ് കേട്ടോ. Headlights on the highway, if you only knew, being back here always makes me think of you. When the world is sleeping, do you think of me? With the road it's coming back again, coming back to me. I remember the long drives, the late nights in your car. I remember it all. അപ്പോൾ ദേ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ദേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. അത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് സെറ്റായി കഴിയുമ്പോൾ ഞാൻ പുളി നമ്മുടെ വാളംപുളി അല്ല കൊടംപുളീനെ ഞാൻ തിളപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കണക്കാക്കിയിട്ടാണ് ഒഴിക്കണേ, പിന്നെ വെച്ചേക്കണത്. അപ്പോൾ ഇനി ഒഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അത് നമ്മുടെ പച്ചമണമൊക്കെ മാറി നമ്മുടെ പൊടികളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വെള്ളത്തിനും കൂടി ഇത് പുളി അടക്കമുള്ള വെള്ളത്തിന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഈ മീനും കൂടി ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് തികയാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്നാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ വെള്ളം എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കി വെള്ളം നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ മീനിടും. അപ്പോൾ ഇന്ന് സനചേട്ടന് പറഞ്ഞേക്കുന്നത് ചപ്പാത്തിയും പിന്നെ ഫിഷ് കറിയും പിന്നെന്തോ ഒരു തോരനും അങ്ങനെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇന്ന് മീൻ കറി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് ഫുഡ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലാണ് നോക്കിയത്. സനചേട്ടൻ വേറെ എന്താണാവോ എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയപ്പോൾ ഫിഷ് കറിയാണ് കണ്ടത്. അപ്പോൾ സന്തോഷമായി. മിക്കപ്പോഴും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ചപ്പാത്തി ഒന്നും ആയിരിക്കില്ല ഉച്ചയ്ക്കത്തെ ഫുഡ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ നോക്കാറുള്ളതാണ്. ഇന്നാണെങ്കിൽ നോക്കിയില്ല. പക്ഷേ ഞാൻ മേടിച്ച സംഭവം എന്തായാലും സ്യൂട്ടായി. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ മീനെ ഞാൻ വലിയ പീസായിട്ടായിരുന്നു അവർ നുറുക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിനൊന്നും കൂടി ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറ്റി ഒന്ന് റെഡിയായി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. I remember the long drives, the late nights in your car. I remember it
Windows down, empty streets. You were all I used to know. തിങ്ങിങ്ങനെ നിൽക്കണുണ്ടപ്പോൾ പുറത്തേക്ക് ചാടി പോകുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ തിളച്ചൊന്ന് സിമ്മിലൊക്കെ ഇട്ട് തിളച്ച് എല്ലാം കഴിയുമ്പോൾ സെറ്റ് ആകൂട്ടാ. അപ്പം ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ച് മറിഞ്ഞ് എന്താ പറയുക വറ്റി വരണ്ടൊന്ന് റെഡി ആവട്ടെ ഏട്ടാ. അപ്പോൾ അവിടെ മീൻകറി റെഡിയായി. പിന്നെ സന്ധ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. സ്റ്റീവ് ഉറക്കം തന്നെ ഉണ്ട്, അപ്പോൾ വാശി പിടിക്കാണ്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. ബൈ ബൈ. With a road ahead's coming back again, coming back to me.